കർത്താവായ യേശുക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 19-ാം തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു: കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, തിന്മയുടെ ശക്തിയെ പരാജയപ്പെടുത്തി നമുക്ക് രക്ഷ നൽകുവാൻ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയം പറഞ്ഞത്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. ഇന്ന് പല കുടുംബങ്ങളും തകർന്നു പോയതിന്റെ കാരണം ദൈവം പറയുന്നത് അനുസരിക്കാത്തത് കൊണ്ടാണ്. എന്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിലൂടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയ കുടുംബ വിശുദ്ധിയും കുടുംബ ബന്ധങ്ങളും നേരെയാക്കാതെ പുരാതന സർപ്പത്തിന്റെ വഴിയെ പോയി അല്പലാഭത്തിനു വേണ്ടി പലതും പണയം വയ്ക്കുന്ന മനുഷ്യൻ അവനിലെ മനുഷ്യന് മാറ്റം സംഭവിക്കാതെ ശപിക്കപ്പെട്ടവനായി അടിമത്തത്തിലേക്ക് പോകുന്നു. എന്നാൽ ദൈവം നിന്നെ തിരികെ വിളിക്കുന്നു. നിനക്ക് രക്ഷകനായി ദൈവം വരും. നിന്റെ നഷ്ടങ്ങളെ നികത്തുവാൻ, നിന്റെ മരുഭൂമി അവസ്ഥകളിൽ വസന്തം വിരിക്കുവാൻ, സമൃദ്ധിയും ആശ്വാസവും നൽകുവാൻ, നിനക്ക് രക്ഷ പകരുവാൻ ദൈവം തന്റെ സാന്നിധ്യവുമായി നിൽക്കുന്നു. മരുഭൂമിയിൽ വീണുകിടക്കുന്ന പ്രവാചകന് ദൈവ സാന്നിധ്യം നൽകിയത് ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവുമായിട്ടാണെങ്കിൽ നിശ്ചയമായും നിന്റെ പ്രതികൂലമായ സാഹചര്യത്തിൽ നിനക്ക് വേണ്ടി ഒരു ദൈവ സ്വരമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. അത് നീ തിരിച്ചറിയുക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നു: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതന് നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും മനുഷ്യനെ കൈപിടിച്ച് നടത്തുന്ന യേശുവിന്റെ സ്നേഹം നിന്നെ കരുതുന്ന ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം. അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം. അവിടുന്ന് എത്രയോ നല്ല ദൈവമാണ്. നാഥനേ യേശുവേ നൽ രക്ഷകനേ, നാഥനേ യേശുവേ നൽ രക്ഷകനേ, കുരിശിൽ എൻ പേർക്കായി യാഗമായി തീർന്ന ദൈവ കുഞ്ഞാടേ, യേശുവേ നൽ രക്ഷകനേ, യേശുവേ നൽ രക്ഷകനേ. ഈ ബന്ധം എൻ ഭാഗ്യമേ, യേശുവിൻ സ്നേഹം സൗഭാഗ്യമേ. ഈ ബന്ധം എൻ ഭാഗ്യമേ, യേശുവിൻ സ്നേഹം സൗഭാഗ്യമേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. ഓ കർത്താവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. നാഥനേ ജീസസ്, യേശുവേ നൽ സ്നേഹിതനേ, ഓ യേശുവേ, നാഥനേ കർത്താവേ, യേശുവേ നൽ സ്നേഹിതനേ, ഹല്ലേലൂയ.
യേശുവേ നൽ സ്നേഹിതനേ, യേശുവേ നൽ സ്നേഹിതനേ, ഈ ബന്ധം ജീസസ് എൻ ഭാഗ്യമേ, കർത്താവേ യേശുവിൻ സ്നേഹം സൗഭാഗ്യമേ, ഈ ബന്ധം എൻ ഭാഗ്യമേ, യേശുവിൻ സ്നേഹം സൗഭാഗ്യമേ. ആമേൻ. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഓ കർത്താവേ, അങ്ങയുടെ വാക്കുകൾ എത്ര മധുരമയമാണ്. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. നാഥനേ, യേശുവേ എൻ പ്രാണപ്രിയനേ, എൻ നാഥനേ, യേശുവേ എൻ പ്രാണപ്രിയനേ, ഏറ്റം യോഗ്യനായ ആരെയും ഞാൻ കാണുന്നില്ല പ്രിയനേ, യേശുവേ എൻ പ്രാണപ്രിയനേ, ഹല്ലേലൂയ. യേശുവേ എൻ പ്രാണപ്രിയനേ, ഈ ബന്ധം എൻ ഭാഗ്യമേ, യേശുവിൻ സ്നേഹം സൗഭാഗ്യമേ, ഈ ബന്ധം എൻ ഭാഗ്യമേ, യേശുവിൻ സ്നേഹം സൗഭാഗ്യമേ. മൃത്യു പോലും തോറ്റുപോകുമേ, യേശുവിൻ സ്നേഹം നിലനിൽക്കുമേ. മൃത്യു പോലും തോറ്റുപോകുമേ, യേശുവിൻ സ്നേഹം നിലനിൽക്കുമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നേ ദിവസം സർവശക്തനായ ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.